ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ഇന്നൊരു മട്ടൻ ബിരിയാണീൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പം നന്നായിട്ട് മട്ടൻ കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് ഉപ്പും വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് അരച്ചത് എടുത്തിടുക. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 7 വിസിലോളം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 7 വിസിൽ കഴിയുമ്പോൾ ഓഫാക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയും കൂടി കുക്കറിലാട്ടോ ഞാൻ വേവിക്കുന്നത്. അതിലേക്ക് ഉപ്പും കുറച്ച് എണ്ണയും കൂടി ഇട്ടിട്ട് നന്നായി കുക്കർ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ 2-3 അടിച്ചിട്ടുണ്ട് കേട്ടോ. ആ 3 വിസിലിൽ ഓഫാക്കി വെക്കുക. അപ്പോൾ നല്ലപോലെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പിന്നെ ബിരിയാണി മസാലയും കൂടി ഇട്ടിട്ടുള്ളൂ. എല്ലാം കുറച്ച് കുറച്ചായിരിക്കണം കേട്ടോ. പിന്നെ വേവിച്ച് വെച്ച് നമ്മൾ ആ ഒരു മട്ടനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം മല്ലിച്ചപ്പും തൈരും ഇട്ട് നന്നായി ഇളക്കുക. അപ്പം മസാല റെഡി. അങ്ങനെ ഞാൻ നെയ്ച്ചോറ് വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് പട്ടയും കറാമ്പും ഉള്ളിയും ഇട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് അരി ഒന്ന് ഇട്ട് വേവിക്കുക. അപ്പം ഞാൻ വിസിലിടുന്നില്ല കേട്ടോ, ഇടാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫ്ലെയിം നന്നായി കൂട്ടിയിട്ട് പിന്നെ കുറച്ച് വെച്ചാൽ നല്ല അടിപൊളി നെയ്ച്ചോറാവും, കരിയുമില്ല കേട്ടോ. അങ്ങനെ തന്നെ നെയ്ച്ചോറൊക്കെ വെന്തിട്ടുണ്ട്. ദമ്മിടാൻ വേണ്ടിയിട്ട് ആദ്യം ലെയറായിട്ടുള്ള മസാല ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ചോറ് ഇട്ടതിന് ശേഷം നെയ്യും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ വറുത്തി വെച്ച മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബിരിയാണീൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.